എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 പുതുവർഷത്തിൽ മകരം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഗോചരാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മകരം രാശി എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്നതാണ് മകരം രാശി. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി 2ാം ഭാവത്തിലും അവരുടെ ജന്മത്തിൻ്റെ 2ാം ഭാവത്തിലും സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 5ലും സഞ്ചരിക്കുന്ന കാലയളവാണ്. ഇപ്പം ശനി 2ൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ര ശനിയുടെ അവസാന ഘട്ടത്തിലൂടെയാണ് ഈ രാശിക്കാർ കടന്നു പോകുന്നത്. 2025 മാർച്ച് 29 ഈ രാശിക്കാരുടെ 7ര ശനി പൂർണ്ണമായിട്ടും 7.5 വർഷത്തെ ശനിദോഷം തീരുകയാണ്. ഇത് ഇവരെ സംബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. കുറേ കാലമായിട്ട് ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന കാര്യതടസ്സങ്ങളും മനപ്രയാസങ്ങളും സാമ്പത്തിക പരാധീനതകളിൽ നിന്നെല്ലാം ഒരു മോചനവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയവുമായിരിക്കും. എന്നാൽ 2025 മാർച്ച് 29 വരെയുള്ള സമയത്ത് പലവിധ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഇപ്പോൾ 5ലാണ് സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിലും 2025 മെയ് 14 അത് 6ലേക്ക് മാറുന്നുണ്ട്. വ്യാഴത്തിൻ്റെ 6ലേക്കുള്ള മാറ്റം അത്ര ശുഭകരമല്ല. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും മനക്ലേശങ്ങളും ധനനഷ്ടങ്ങളും കാര്യതടസ്സങ്ങളും ഒക്കെ പൊതുവിൽ വരാവുന്ന ഒരു സമയമാണ്. കലാ, രാഷ്ട്രീയ, സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമായിരിക്കും 2025 എന്ന് പറയുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ കരുതലോടെ മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ്. എല്ലാ കാര്യങ്ങളിലുമുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടുന്നതിലേക്കായി വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതുമായിരിക്കും.